അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ആസാമിൽ നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു, അവിടെ ആയിരുന്നു. അപ്പോൾ ടെൻ്റൊക്കെ രാവിലെ ഇവിടെ കടയൊക്കെ തുറന്നു, കാരണം ക്യാമറയൊക്കെ അകത്ത് കുത്തിയിട്ടൊക്കെയായിരുന്നു, ഫോണും പവർ ബാങ്ക് എല്ലാം അവിടെ അകത്ത് കുത്തിയിട്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ വെളിയിൽ കിടന്നത്. അവരെന്നോട് ചോദിച്ചു അകത്ത് കിടക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഇതുവരെ നമുക്ക് ടെൻറ്റ് അങ്ങനെ ആദ്യം അങ്ങോട്ട് യൂസ് ചെയ്തല്ലോ, പിന്നെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ടെൻറ്റ് നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ച് സൂപ്പറായിരുന്നു. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നൈസായിട്ട് ടെൻറ്റിനകത്ത് കിടന്ന് ഉറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ്, കാരണം ഇവിടെ ആൾക്കാർ വരും, കടയാണല്ലോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ ടെൻറ്റെല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. നല്ല അവർ ഇവിടെ നമ്മുടെ ഒരു ബയ്യുണ്ട്, പിന്നെ ഒരു ദീദിയുണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. വേറെ ലെവൽ ആൾക്കാരാണ്. നമ്മളവിടെ എന്താ കെയറിങ് ആയിരുന്നു അറിയാമോ? കാരണം ഇവരുടെ ഒരു ആചാരമുണ്ട് ഇവിടെ, നമ്മൾ അതായത് ആണുങ്ങൾ കഴിച്ചിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അവിടുത്തെ ചേച്ചി ഒന്നും കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും, അതായത് നമുക്ക് ഒന്നും വേണ്ട, അതായത് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാം. എന്തായാലും നൈസാണ്. അപ്പോൾ അതെ നമ്മുടെ ഒരു ചേട്ടനോട് ഇന്നലെ പരിചയപ്പെട്ടതാണ്. പുള്ളി ആകെപ്പാടെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്, കാരണം തമിഴ് അറിയാം പുള്ളിക്ക്, ഇല്ലേ? എന്തായിരുന്നു അണ്ണാ പേര് ചൊല്ലണ്ണ, പേര് ചൊല്ല്. നാണം വരുന്നുണ്ടേ ചൊല്ലണ്ണ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഇവിടെ ഹോട്ടലിലാണ്. അപ്പം നമ്മുടെ അണ്ണന് ഭയങ്കര നാണമാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സ്വന്തം ജയ് കിസാൻ എന്നാണ് പേര്. ഇത് നമ്മുടെ അണ്ണൻ തമിഴ് അണ്ണ പേര് ജിതൻ എന്നാണ് പേര്. ഇപ്പം രണ്ടുപേരും ഭയങ്കര ഹെൽപ്പും കാര്യങ്ങളായിരുന്നു. ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ടാക്സി ഓടുകയാണ് ഇവിടെ, അല്ലേ? ഷെയർ ടാക്സി ഇവിടുന്ന് മസ്ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഷെയർ ടാക്സി ഉണ്ട് ഇവർക്ക്. അതാണ് ഇവർ ഡെയിലി ഓടുക. 5-6 ട്രിപ്പൊക്കെ ഓടി വരും. പിന്നെ നമ്മുടെ ദീദിയെ പരിചയപ്പെടാം. ദീദി ഉണ്ട്. ദീദി ഞാൻ പോലും കുനാം എന്ന് പറയുന്നതാണ്. ഭയങ്കര കെയറാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ് ഇവരെല്ലാവരും. നമുക്ക് ചിലർ പറഞ്ഞ ആസാം ഭയങ്കര ഡേഞ്ചറാണ്, പക്ഷേ എനിക്ക് ഇവിടെ നിന്നൊക്കെ നല്ല അനുഭവമാണ്, കാരണം ഇവിടെ നല്ല ഏരിയ ആണ്. അപ്പം ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്, ഹോട്ടലിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനങ്ങ് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഹോട്ടലിലൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം, അത് ചെറിയൊരു വ്ളോഗാക്കാം. അപ്പോൾ അതേ നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ട്, പൂരി, പിന്നെ കിഴങ്ങ് എന്തോ കറിയാണ്. എന്തായാലും കഴിക്കാം. അപ്പം ഇതേ നമ്മുടെ പൂരിയുണ്ട്, പിന്നെ കിഴങ്ങ് കറിയുണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാം. കുറച്ച് എണ്ണ കൂടുതലാണ്, അല്ല വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു. അപ്പോഴേ നമ്മൾ ഫുഡ് കഴിച്ച്, ഫുഡ് നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നല്ല കിഴങ്ങറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. അതേ ഇത് കണ്ട, ഇവിടുത്തെ നമ്മുടെ നമ്മുടെ പൈപ്പ് പോലത്തെ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുളയാണ്. അവർ വേറെ ഒന്നും ചെയ്തില്ല, ഒരു തൊടി ഒരു മുള അത് ഷേപ്പാക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് വെള്ളമൊക്കെ വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോട്ടറുണ്ട്. ഇത് കിണർ കണ്ടില്ലേ, ഇത് കിണർ നല്ല ആഴമുണ്ട്. ആ കിണർ മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ടേക്കാണ് വിടുന്നത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണാണ്. നോക്കിയേ, കണ്ട, നല്ല നനഞ്ഞ് ഒരു പാറപ്പൊടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് എന്താണെന്ന് വെച്ചാൽ അതിലോട്ടായിട്ട് അവിടെ നല്ല തണുത്ത വെള്ളമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, നല്ല പ്യൂരിഫൈ ചെയ്തിട്ട്. എന്തായാലും കിടിലനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അവരെ സഹായിക്കാം, കാരണം നമ്മൾ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഇന്നൊരു സെർവൻ്റായിട്ട് നിന്നിട്ട് ഇന്നലത്തെ ദിവസമെല്ലാം നമ്മൾ പൊളിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജോലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഇതൊന്ന് സഹായിച്ചു കൊടുക്കാം. ഇവിടെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് കട്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വീട്ടിൽ പോലും ഒന്നും ചെയ്യത്തില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്തോ മനസ്സ് വരുന്നുണ്ട്, എല്ലാം ചെയ്യാനാണെങ്കിലും ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ നമ്മുടെ ദീദി അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അത് പോയി കാണാം. മസാല, അപ്പം മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ദീദി. സബ്ജി മേ നല്ല മുളകൊക്കെ ഇട്ട് ചില്ലിയേ. ഓ ഒത്തിരി ചില്ലി അല്ലേ കേട്ടാ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഇതേതൊരു ഗ്രാമമാണ്, വില്ലേജാണ്. രസമുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഭയങ്കര ചൂടാണ്, ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ഏകദേശം ഭൂട്ടാനിലേക്ക്. ഇവിടുന്ന് ഏകദേശം ഏതാണ്ട് എത്ര ഉണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. ദീദി ഭൂട്ടാനിലേക്ക് ഇത്ര കിലോമീറ്ററേ? ഇതോ അപ്പം ഇവിടുന്ന് 18 കിലോമീറ്ററേ ഉള്ളൂ ഭൂട്ടാൻ ബോർഡറിലേക്ക്. പിന്നെ ഒരു ബോർഡർ. പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തോ ഇൻ്റർനാഷണൽ എന്താ പറയണ്ടേ, ഇൻ്റർനാഷണൽ കാര്യങ്ങൾ നടക്കുകയെന്ന്. അവിടെ നോക്കിയേ, അവർ എന്തോ വലിയ ചർച്ചയിലാണെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അവർ ലൂഡോ കളിക്കുകയാണ്, ലൂഡോ ഗെയിം കളിക്കുകയാണ്, അതിൻ്റെ തിരക്കാണ്. അപ്പം കുറേ നേരം കൊണ്ട് നമ്മുടെ ഒരാൾ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു, കണ്ടില്ലേ? ഭയങ്കര വിശപ്പാണ്, ഒരു തുള്ളി പോലും കളയുന്നില്ല എന്നുള്ളതാണ്. ഒരു ബിസ്ക്കറ്റ് ഫുള്ള് തീരാറായി. കണ്ടില്ലേ എന്താ അല്ലേ, ഭയങ്കര വിശപ്പാന്ന് തോന്നുന്നു ആൾക്ക്. കുറേ നേരം കൊണ്ട് ഇവിടെ ഒന്ന് നോക്കി വയ്ക്കായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു ഇത് ലാസ്റ്റ് ബിസ്ക്കറ്റാണ്, അതോടെ തീർന്നു. അതെ, അപ്പോൾ നമ്മളിവിടെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാം പോയിട്ട്. നമ്മളപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഇവിടെ ഒരു ടീ ഗാർഡൻ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ചുമ്മാ പകർന്നു. അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിന് അകത്തൂടെ ഉള്ള വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താ ഏരിയ പേരെന്നാ? തൻസരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പെൺകൊച്ച് സൈക്കിൾ വിട്ടാണ്. ഇവിടുത്തെ യൂണിഫോം ഉണ്ടല്ലോ, സാരി. പക്ഷെ നമ്മുടെ അവിടെ കുന്നുപോലാണ്, പക്ഷെ ഇവിടെ എല്ലാം നിരപ്പായിട്ട് കിടക്കുന്നതാണ് കേട്ടോ ടീ ഫാക്ടറി. ഇതാണ് നമ്മുടെ ജോലിക്കാരാണ് ചേട്ടൻ. അപ്പം നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ്, ടീ ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാണ്. എന്തൊക്കെയോ പറയാം. കയ്യിൽ മമ്മട്ടേക്ക് ഇരിപ്പുണ്ട്. കോടാലി.
അപ്പോൾ അതേ നമ്മൾ നടന്ന് അല്ല നമ്മൾ വന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വില്ലേജാണിത്. കിട്ടില്ലനാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഒരു പല വീടുകളും. ഇവിടെ ഫുള്ള് വയലുകളാണ്. വയൽ അതിനപ്പുറത്താണെങ്കിൽ ഇത് ആ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഇതാണ് തേയിലയാണ്. അപ്പം വളരെ രസകരമായിട്ടുള്ള ഇതാണ് നമ്മുടെ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കൂടെ വന്നേ നമ്മുടെ വയ്യ, പിന്നെ നമ്മളല്ലാതെ 2 പേര് വന്നിട്ടുണ്ട്. ഭയങ്കര എല്ലാം ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഇവിടുത്തെ വീടൊന്ന് പോയി കാണാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടുത്തെ വീട് കണ്ടില്ല, വളരെ വ്യത്യസ്തമായിട്ടാണ്, സൂപ്പറായിട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത്. ഇത് കണ്ട സൂപ്പറല്ലേ? ഇത് നോക്കിയാൽ ഇത് നമ്മുടെ പുല്ലൊക്കെ വെച്ചിട്ട് പണിഞ്ഞതാണ്. ഇതെന്താ സംഭവം? ഇത് എന്തോ പോലെ ഇങ്ങനെ സിമെൻറ്റ് പോലെ ഇരിക്കുന്നത്. ഇത് എന്താണെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കാമായിരുന്നു. അപ്പം ഇത് ചെളി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീടെല്ലാം മിട്ടി എന്ന് പറഞ്ഞ് ചെളി വെച്ചുണ്ടാക്കിയതാണ്. അപ്പം എന്തായാലും കിട്ടിയില്ലാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. എന്നാ തണുപ്പാണെന്നറിയാം, നല്ല കിടിലൻ തണുപ്പ്. ഭയങ്കര നിശബ്ദത, ഒരു വേറെ ലെവല്. ഇവർ ഈ തറയെല്ലാം നമ്മൾ ചെളി കൊണ്ട് അടിച്ചുറപ്പിച്ച് വെച്ചേക്കാണ്. അപ്പം നല്ല ഉറപ്പാണ്, കാരണം ഇവിടെ എല്ലാം അങ്ങനെ ചെയ്തേക്കാണ്. ഇവിടെ ഇതിന് ഫ്രണ്ട് വശം എല്ലാം കണ്ടില്ലേ, ഇവിടുത്തെ വീട് ഉണ്ടാക്കിക്കുന്നുണ്ടല്ലേ, എല്ലാം ചെളിയിലാണ്. പക്ഷെ അത് എല്ലാം കൈകൊണ്ടുമൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ വീടിൻ്റെ, എന്ത് അടിപൊളിയായിട്ടുണ്ട്. നോക്കിയേ, ഇത് കണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്? സൂപ്പർ വീട്. ഇത് നോക്കിയേ, എന്ത് രസമുണ്ട്, എന്ത് ഭംഗിയുണ്ട് നോക്കിയേ. പഴയ വീട് ഒളിച്ച് ഇങ്ങനൊരു വീട് ഉണ്ടാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. പന്നി പോന്നു. ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചെറിയ ഈറയൊക്കെ ഇല്ലേ, അതായത് ചെറിയ മുളയൊക്കെ വെച്ച് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ചെളി വെച്ച് ഇങ്ങനെ അമ്മക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് പോകാനേ മനസ്സ് വരുന്നില്ല, കാരണം അതേപോലെ രസമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് മത്തങ്ങ. ചെറുതാണ്, പക്ഷേ അധികം വിഷമൊന്നുമില്ല. ഇതേ കുമ്പളങ്ങ അല്ല, എന്ത് കുമ്പളങ്ങ, ഇതിൻ്റെ പേര് കുമ്പളം. അതാണ് സംഭവം. അതൊക്കെയാണ് ഇവിടെ. എന്തായാലും നൈസാണ്. ഇതെന്താണ് സംഭവം എന്ന് പറയാം, ഇത് ഇവിടെ നമ്മുടെ കിട്ടുന്ന സംഭവമാണ്. ലോക്കൽ ഐറ്റമാണ്, അതായത് ലോക്കൽ വാറ്റെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ വേസ്റ്റ് ഇല്ലേ, എന്താ സോറ് വേസ്റ്റ് അപ്പടി എല്ലാമേ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ചോറ്, അതായത് പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് വാറ്റിയെടുക്കുന്ന ഒരു റൈസ് ബിയർ എന്ന് പറയും, വാറ്റിയെടുക്കുന്ന സാധനം. ഇപ്പം തന്നെ നല്ല മണമുണ്ട്. കിടിലൻ, അതായത് ഒരു കള്ളിൻ്റെ മണം. റൈസ് ബിയർ അതായത് നമ്മുടെ നാടൻ വാറ്റി. ഇത് താനാ? ഇത് എപ്പടി കുടിക്കും? അത് ഇങ്ങ വരുവാ. ഇതിലാണ് സാധനമൊക്കെ കുടിക്കുന്നത്. ഈ സംഭവത്തിലാണ്. നല്ലയാ ഈ വെള്ളമാണ് ഇവിടുത്തെ, അതായത് ഇവിടെ ഉള്ളവർ കുടിക്കാനൊക്കെ എടുക്കുന്ന വെള്ളം. നല്ല ക്ലിയർ വാട്ടറാണെന്നാണ് ഇവർ പറയുന്നത്. നല്ല ക്ലിയർ വെള്ളമാണ്, ഫിൽറ്ററാണ്, ഫുൾ ഫിൽറ്റർ വെള്ളമാണെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആനശല്യമുണ്ട്. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് രാത്രി ആൾക്കാർ ഇരിക്കുന്നതാണ്. അതും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്. അതും നമ്മൾ വില്ലേജൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന്, ഇവിടെ അധികം തിരക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞു. നമ്മളിനി ഇപ്പം വൈകുന്നേരമായി, ഇപ്പം ആൾ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. കുറച്ച് നേരം ഞാനിവിടെ കിടന്നൊന്ന് ഉറങ്ങി. അപ്പോൾ ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സൺഡേ അല്ല ദിവസവും ഉണ്ട് ഒരു മാർക്കറ്റ്. അപ്പം അത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോഡോ എന്ന് പറയുന്ന ട്രൈബൽസിൻ്റെ ഒരു മാർക്കറ്റാണ്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റാണ്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു മാർക്കറ്റാണ്. കാണാനൊക്കെ രസമാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, ഇത് മുളയുടെ ഏതാണ്ട് മുകളിലത്തെ ഒരു സംഭവമാണ്. ചെത്തിയത് അവർ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെ ഇവിടെ കുറേ ഇതെന്താന്ന് പോലെ എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു കച്ചവടക്കാരനുണ്ട്, ഒരു പാവം പയ്യനാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ മീനാണ് ഇവിടുത്തെ. അത് 250 ഗ്രാമിന് ഏകദേശം 50 രൂപയാണ് കേട്ടോ. ഇതെല്ലാം ഫ്രഷാണ്, പക്ഷേ ചെറിയ മീനാണ്. ഇവരെല്ലാം പിടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഇവിടെ കുറേ കിഴങ്ങ്, പച്ചക്കറി ഇതെല്ലാം ഇവർ തന്നെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ.
സബ്ജി 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 ഇതൊരു സംഭവമാണ്. ഇതിന്റെ പേര് എനിക്കറിയത്തില്ല. കണ്ടില്ലേ നല്ല ജീവനുള്ള കൊച്ചിയുണ്ട് കിടന്ന് ഓടുന്ന കേട്ടോ. ये कितना प्राइस भैया? ये 20 रुपीज़ एक पीस है? नहीं पूरा. हाँ पूरा. ഇത് മുഴുവൻ 20 രൂപയാണ്. കൊച്ച ഇത് കണ്ടോ ഈ സംഭവം പാമ്പ് പോലെ ഇരിക്കുന്ന ഒരു മീനാണ് കേട്ടോ. ഇത് കൊള്ളാം. എന്തായാലും എല്ലാം വെറൈറ്റിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് റൈസ് ബിയർ കേട്ടോ. ഈ കാണുന്നതാണ് റൈസ് ബിയർ. ഏ ഗ്ലാസ് കിത്തന ഭയ്യ? 10 rupees. 10 രൂപയേ ഉള്ളൂ. അല്ലാതെ മറ്റേ നാടൻ വാറ്റും കിട്ടും. ഓക്കെ. അപ്പം ഈ കാണുന്ന എല്ലാം നമ്മുടെ അല്ലാതെ നാടൻ വാറ്റ് കിട്ടുന്ന കടകളാണ്. അതിനപ്പുറത്തോട്ടെല്ലാം ബാക്കിലെല്ലാം മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് മാർക്കറ്റ്. ഇവിടുത്തെ രസമാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാടൻ വാറ്റുകടയാണ് കേട്ടോ. അത് കുറച്ച് റോഡ് സൈഡിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിനകത്തോട്ടെല്ലാം പിന്നെ ഫുള്ള് വാറ്റുകയാണ്. നമ്മൾ പിന്നെ അത് വീഡിയോ എടുക്കാനാണ്. അപ്പം സൂപ്പറാണ്. എന്തായാലും നല്ല രസമാണ്. കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഇവിടുത്തെ അതായത് ലോക്കൽ ഈ ഏരിയയിൽ സൂപ്പറായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ തിരിച്ചിതാണ്ട് പിന്നെയും നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം തിരക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങും. അപ്പം ഇവിടെ കൂടുതലും നമുക്ക് ചായയൊക്കെയാണ്. ഫുഡ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. സമൂസയൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളൂ. അപ്പം ഞാനിപ്പം തിരക്കിലാണ്. അപ്പം ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയെല്ലാം ഏകദേശമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഒരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് നമ്മൾ आपका नाम क्या है भैया? मेरा नाम सिमकर ब्रह्मा. ब्रह्मा. ये इधर से कर इधर ही है इधर. അപ്പം എന്തായാലും വളരെ ഇതുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നാളെ അപ്പോൾ ഇവിടുന്ന് പോകണം. ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.